ഇതാണ് പരുന്തുംപാറ. നമ്മുടെ പൊന്മുടിയിലേക്ക് അതേ ഒരു ക്ലൈമറ്റാണ് ഇടുക്കിയിലെ പരുന്തുംപാറ എന്ന് പറഞ്ഞാൽ. തിരുവനന്തപുരംകാരുടെ പൊന്മുടി എന്ന് വേണമെങ്കിൽ ഇടുക്കിയിലെ പരുന്തുംപാറയെ പറയാം. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോൾ എത്തിയത് ഒരു മണിക്കാണ്. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. സീനറി എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം കണ്ടാൽ തന്നെ അറിയാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ ചുറ്റിലും കാണാൻ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല സീനറിയും നല്ല ക്ലൈമറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് പരുന്തുംപാറ. ഇവിടെ വളരെ തിരക്കൊക്കെ കുറവാണ്. അങ്ങനെ വലിയൊരു ടൂറിസ്റ്റുകളുടെ ഒന്നും ബഹളമൊന്നുമില്ല. പക്ഷേ ഭംഗിക്കാണെങ്കിലും ഒക്കെ, അതായത് നമുക്ക് വന്നിരിക്കാനാണെങ്കിലും ഒക്കെ വളരെ ഉച്ചയ്ക്ക് വന്നാൽ പോലും ആ ഒരു ക്ലൈമറ്റിൻ്റെയൊക്കെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പം എല്ലാവരും പരുന്തുംപാറ ഇടുക്കിയിൽ വന്നു കഴിഞ്ഞാൽ ആരും പരുന്തുംപാറ കാണാതെ പോകരുത്. പൊന്മുടി കണ്ടിട്ടുള്ളവർക്ക് ഒരു പക്ഷേ പരുന്തുംപാറ അത്ര വലിയൊരു അനുഭവമായിട്ട് തോന്നണമെന്നില്ല. പക്ഷേ അല്ലാത്തവർക്ക് പരുന്തുംപാറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമായിരിക്കും. നിങ്ങൾ ഈ ക്ലൈമറ്റൊക്കെ കാണുമ്പം തന്നെ അറിയാം. നമ്മൾ മൂന്നാറൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ തന്നെ ഇവിടെ വല്ല സ്റ്റേയും ഉണ്ടെങ്കിൽ നമുക്ക് ആ മൂന്നാറിൻ്റെ ഒരു 3/4 ഭാഗമെങ്കിലും ഭംഗി നമുക്കിതിൽ ആസ്വദിക്കാൻ പറ്റും.